മൈ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രീസ് അടിക്കാൻ വന്നിട്ടോ വണ്ടിക്ക് അല്ലേ? അപ്പൊ നമ്മളെ വണ്ടിന്റെ നേരെ മുന്നിൽ വേറൊരു വണ്ടി ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗ്രീസ് അടിച്ച് കഴിഞ്ഞ ദിവസമാണ് നമ്മളെ വണ്ടിയിൽ ഗ്രീസ് അടിക്കാൻ ഇത് കഴിഞ്ഞാൽ നമുക്ക് ടയർ വേങ്ങാൻ പോകാൻ ടയറൊന്ന് മാറ്റിയിടേണ്ട ആവശ്യമുണ്ട് ഗൈസ്. സൈഡത്തെ ടയർ പറ്റ പോയിക്കും അല്ലേ? ആകെ കേടാം. ഞങ്ങള് ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ടയർ പൊട്ടി. സൗണ്ട് കേട്ടിന്റെ ഗൈസ് ഒരു കെട്ടിന്റെ പണി നമുക്ക് അതെ, ടയർ പൊട്ടി ഗൈസ്. ഇനിയിപ്പോ സൈഡിൽ ആകെ മുട്ടയിക്കുന്ന ടയർ. അപ്പൊ അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത നമ്മൾ ഓടുമ്പോൾ അടുത്ത പൊട്ടിയാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതെ, അപ്പൊ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ലീവാണ്, ഓട്ടം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇഞ്ചനോയിലും കാര്യങ്ങളൊക്കെ മാറ്റി ഇനിയിപ്പോ ഗ്രീസ് അടിക്കണം, നമുക്ക് ടയർ മാറ്റണം. ടയർ ഞാൻ കാണിച്ചാൽ കേട്ടോ, ടയർ എങ്ങനെ ഉണ്ട് പറ്റില്ല. ടയറിന്റെ കാര്യം പറയാതിരിക്കുന്നത് ശരിയാണ്. ആ റൈറ്റ് സൈഡത്തെ ടയർ ആകെ മുട്ടയിൽ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ലോങ് സുഖമായിട്ട് പോകാം. മറ്റൊരു പേടിയാണ് നമ്മൾ ഈ ഓട്ടോയിട്ട് പോകുമ്പോൾ ഒരു പേടി. കാരണം ടയർ ആ ലോഡ് എടുത്തപ്പോൾ തന്നെ അന്ന് പുലർച്ചക്കാണ് പൊട്ടുന്നത്. അത് ഭാഗ്യം കൊണ്ട് കഴിച്ചിലായതാണ്ടോ. വണ്ടിയിൽ ഫുള്ള് ലോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ. ലോഡൊക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളൊക്കെ ഒരു വിധത്തിൽ നമ്മൾ സൈറ്റിൽ എത്തിച്ച ലോഡൊക്കെ നമ്മൾ നേരെ ചെന്നൈ പോയി, ബാംഗ്ലൂര്, മൈസൂര് അവിടെ കറങ്ങിപ്പോൾ അത് വയനാട് എത്തി. ഇനിയിപ്പോൾ ചില്ലറ പരിപാടികളുണ്ട്. ഇതൊന്നാണ്ട് കഴിഞ്ഞാൽ ഞാൻ നാളെ മുതൽ ഓടാൻ പറ്റും. ഞാൻ ടയറും കാര്യങ്ങളൊക്കെ കാണിച്ചെടുക്കാം. ഇതിൻ്റെ ഉണ്ടോ ഗൈസ് മുന്നിലുള്ള ആ ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ദാ നമ്മളെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞതാ ഈ ടയർ ഇത് പറ്റ പോയിക്കണം. ആ ഒരു ടയറിൻ്റെ പ്രശ്നമുള്ളൂ. പിന്നെ ഗ്രീസ് അടിക്കണം. ഇവിടെ ഒരു വണ്ടി ഗ്രീസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ വണ്ടി എന്താ ചെയ്യാൻ ഗ്രീസ് അടിക്കാൻ ഗൈസ്. നമ്മളെ വണ്ടി കുറേ ആയിട്ടോ ഗ്രീസ് അടിച്ചിട്ട്. ഒരു മാസം എങ്ങനെയാലും ആയിട്ടുണ്ടാവും. ഗ്രീസ് അടിച്ചു കഴിഞ്ഞാൽ വിടാനും നല്ല സുഖം, ഒന്നും പറയാനില്ല. ഗ്രീസ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേക്ക് നമുക്ക്. ഈ ഇലക്ക് എന്താ പറയല്, ഈ നിൽക്കണേ കറങ്ങാമ്പട്ട അല്ലേ? അങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന സാധനമാണ്. നല്ല സാധനമാണ് കേട്ടോ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള സംഭവമാണ് ഇത്. ഇത് കഴിച്ചവരൊക്കെ ഒന്ന് കമന്റ് ഇടണം കേട്ടോ. അടിപൊളി സാധനമാണ് അല്ലേ? നമുക്ക് കഫക്കെട്ടുള്ളവർക്കൊക്കെ കഫക്കെട്ട് മാറും, പെട്ടെന്ന് പനിയൊക്കെ മാറി സാധനം കൊണ്ട് തിളപ്പിച്ച് നല്ല അതിൽ കുറച്ച് നമുക്ക് ഇതിടാം. എന്താ നമ്മൾ തുളസിയും ഇതും കൂടി ഇട്ട് മിക്സ് ചെയ്തുകൊണ്ട് കുടിച്ചാലുണ്ടല്ലോ കഫക്കെട്ട് എവിടുക്കാ പോകണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഗൈസ്. അപ്പോൾ അത്രയും അടിപൊളിയാണെന്നാണ് ആസിഫ് പറയുന്നത്. അവ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക സാധനം എന്താ പാടുന്ന്. ഒരു ഇല അവൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ചെക്കൻ പൊട്ടിച്ച് കണ്ടിട്ടുണ്ട്. നോട്ടെ, സാധനം സെറ്റാണ് ഗൈസ്, ഒന്നും പറയാ. ഇത് കഴിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ. നമ്മളെ വണ്ടി ഗ്രീസ് അടിക്കാനായിട്ടില്ല. ഇവിടെ ലോഡായിട്ടൊരു വണ്ടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തോലാണ് നമ്മൾ കൊണ്ടുപോയി വെക്കാം. പക്ഷെ ഇത് വലിയൊരു എരിച്ചിൽ കേട്ടോ. ഇതിൻ്റെ തോലാണ്. ചിലതൊക്കെ നല്ല എരിച്ചിലുണ്ടാവും, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ ഇത് വലിയൊരു എരിച്ചിലൊന്നുമില്ല. അങ്ങനെ നമ്മളെ വണ്ടിയും ഗ്രീസ് അടി തുടങ്ങിട്ടോ. നല്ല അടിപൊളിയിൽ ആള് ഗ്രീസൊക്കെ അടിച്ച് കുട്ടപ്പനാക്കട്ടെ. ആസിഫാണ് അടിക്കണേ. അതടി ഗൈസ്, ഗ്രീസ് അടിക്കൽ കഴിക്കണം വേഗം. ഗ്രീസ് അടിക്കൽ കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടികൾ. ഗൈസ് എട്ടിൻ്റെ പണിയെത്തി. വണ്ടിൻ്റെ ഹൗസിങ്ങിൻ്റെ മറ്റേ സുന ഫുള്ള് കംപ്ലൈൻ്റ് ആണെന്നാണ് പറയുന്നത്. ഗ്രീസ് അടിക്കാതെ ഓടിയിട്ടേ, ഗ്രീസ് അടിയില്ലല്ലോ, ഗ്രീസ് അടിക്കാതെ ഓടിയിട്ട് എട്ടിൻ്റെ പണി കിട്ടിയ. പ്രതീക്ഷിക്കാത്ത പണികളാണല്ലോ. ഇനിയിപ്പോൾ അതേറ്റ് നടക്കണം. ഏതായാലും നോക്കി നോക്കാം. അങ്ങനെ ആടാൻ പാടില്ലേ? ആണെങ്കിലും
ഒരു ഷെയ്ക്ക് ഇവിടെ ഇതൊരു മില്ലിങ്ങാണ് ഇങ്ങനെ ഇതൊരു മില്ലിങ്ങിൻ്റെ ഉള്ളിലേക്ക് അത് കയറ്റിയിട്ടുണ്ട് ആ മില്ലിങ്ങിന് തേയ്മാനം വന്നിട്ടുണ്ട് ഇത്രയും ഷെയ്ക്ക് ഇവിടെ അർജൻറ്റായിട്ട് മാറ്റം കേട്ടോ ഗ്രീസ് അടിക്കാതെ ഓടിയിട്ടല്ലേ അതും പോയിക്കണോ ഇതിൻ്റെ സീറ്റിംഗ് പോയി ബാഗ് പോയി ഇത് പോയിട്ടില്ല പക്ഷെ സീറ്റിംഗ് പോയി 1000 കിലോമീറ്ററിൽ കറക്റ്റ് സ്റ്റാർ അടിക്കുന്ന കേസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നും അടിച്ചിട്ട് കുഴപ്പമില്ല ഗവൺമെൻറ് മാത്രം അടിച്ചു പറഞ്ഞു എന്നാൽ എത്ര കാലം വേണമെങ്കിലും അവിടെ കിടന്നു പോകും ഇത് ഇരുമ്പല്ലേ ഒക്കെ ഉള്ളിൽ നീരില്ല ആ നീരിൽ ഇരുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ് വെക്കുന്നത് അവിടെയാണ് വിഷയം നമ്മൾ ഇഞ്ചിനോ ഇല്ലാതെ വണ്ടി എവിടെ ഉണ്ടാവും അപ്പോൾ പിസ്റ്റം വെച്ചാൽ നിൽക്കും അതേപോലെ തന്നെയാണ് സംഭവിക്കുന്നത് പക്ഷെ ഇഞ്ചിനോ എല്ലാവരും നോക്കും ഈ സാരി നോക്കില്ല മാസം മാസം നോക്കണല്ലേ മാസമല്ല 1000 കിലോമീറ്ററിൽ അടിക്കണം 1000 കിലോമീറ്റർ ചുരുങ്ങിയത് ഇതിപ്പോൾ അടുത്തൊന്നും അടിച്ചിടിയല്ലോ അവിടെ കാലം പറയും സെഷൻ അടിക്കുമ്പോൾ തന്നെ കണ്ടാൽ ഒരു 20 ഗ്രീസിൽ പറയുന്നത് ഗൈസ് സീനാണ് ഇവിടുത്തെ ഈ ജോയിൻറ്റിൽ ഒരു പ്രശ്നമുണ്ട് വണ്ടിൻ്റെ ക്യാബിൻ പൊന്തിച്ച് നോക്കുമ്പോഴാണ് ഓരോ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഇപ്പോൾ വരും ആൾ നിങ്ങൾ ഇവിടെ പോവാ തന്നെ ആളൊന്ന് പോയി വിളിച്ചോ ആ കണ്ടോ ഗൈസ് കണ്ടില്ലേ ഇതാണ് ഇപ്പം നമ്മളെ വണ്ടീൻ്റെ അവസ്ഥ തലൊക്കെ പാടി ഇങ്ങോട്ട് ഒടിച്ച് ചെറുതായിട്ട് 8ൻ്റെ പണി ഇട്ടിരിക്കുന്നു കേട്ടോ 8ൻ്റെ പണിയെന്ന് പറഞ്ഞാൽ 8ൻ്റെ പണിയാണ് വണ്ടി താഴെ കയറി വെക്കുമ്പോഴാണ് ആസിഫ പ്രശ്നങ്ങൾ അറിയണേ അടി നോക്കുമ്പോഴാണ് അറിയുന്നത് ഫുള്ള് പ്രശ്നമാണ് എന്ത് ചെയ്യാനാണ് ഗൈസ് ഇപ്പോഴാണ് കാര്യങ്ങൾ അറിയണത് ഫുള്ള് കംപ്ലൈൻ്റ് ആണ് താഴെ ആ ജോയിൻ്റ് നോക്കിയപ്പോഴാണ് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് തന്നെ മനസ്സിലാവുന്നത് അല്ലേ കംപ്ലൈൻറ്റ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നേ അപ്പം നമ്മളൊന്ന് ഇവിടെ നിർത്തി ഗ്രീസ് അടിക്കാൻ നോക്കിയപ്പോഴാണ് ഗ്രീസ് അടിക്കുന്ന ആളാണ് പറഞ്ഞത് അത് ലൂസാണ് അപ്പുറത്തെ ലൂസാണ് മറ്റേൻ്റെ എന്തോ ബോൾട്ടൊക്കെ ഇറക്കി പോയിക്കണ് ആ മറ്റേ ജോയിൻറ്റിൻ്റെ അവിടുത്തെ പ്രശ്നമാണ് ഗൈസ് ജോയിൻ്റിൻ്റെ അവിടുത്തെ പ്രശ്നം ജോയിൻ്റ് പോയി പിന്നെ അതേപോലെ തന്നെ ഔട്ട് കംപ്ലീറ്റ് ആയി നമ്മളെ മുതലാളി ഇത് കണ്ടപ്പോൾ മുതലാളിയുടെ കിളി പറഞ്ഞില്ലേ ഇന്റെ മൊത്തം ഔട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ ആളെത്തിട്ടോ ആള് റങ്കണ്ണൻ ആളെത്തി അത് താത്തി കൊടുക്കറ ക്യാബിൻ താത്താൻ പോവാണ് ഗൈസ് അതിൽ ഓയിൽ കുറവുണ്ട് കേട്ടോ നമ്മളൊരു സ്റ്റീറിങ് ഓയിൽ കുറവ് സ്റ്റാറിങ് ഓയിലൊക്കെ കഴിഞ്ഞു വളരെ കമ്മി മതി ഈ മുകളത്തെ വരാൻ വരെ മതി ഇതാണ് ഗായ്സ് ഇപ്പോഴത്തെ അവസ്ഥ വയനാട്ടിലാണ് കേട്ടുള്ളത് നമ്മൾ മൈസൂർ ഓടി വന്നതിൻ്റെ ശേഷം ഗ്രീസ് അടിക്കാനൊക്കെ വേണ്ടി കയറിയതാണ് കയറിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഒരു 2 ലോഡും പാടി എടുത്തതിൻ്റെ ശേഷം വണ്ടി നേരെ നമ്മൾ പണിക്ക് കയറ്റണം വയനാടാണ് കേട്ടുള്ളത്